Our investigation was based in Kerala, and our first destination was Chavakkad in Thrissur district to meet. അതായത് ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഒരു എന്താ പറയുക ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ എൻ്റെ നാട്ടുകാരായാലും എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ കൂടപ്പിറപ്പുകളായാലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അക്സെപ്റ്റൻസ് ഒന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഒരുപാട് നമുക്കറിയാമല്ലോ, ഞാൻ ജനിച്ച് വളർന്നത് തന്നെ ഒരു കോസ്റ്റൽ ഏരിയയാണ് ഇത്. പ്രത്യേകിച്ച് മുസ്ലിം മജോറിറ്റി ഏരിയ ആയിട്ടുള്ളൊരു കോസ്റ്റൽ ഏരിയയാണിത്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, സ്ത്രേണ സ്വഭാവമുള്ള അങ്ങനെ കാണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ സമരമാക്കേണ്ടി വരുന്ന ഒരു ലൈഫാണ് എൻ്റെത് കടന്നു പോയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മജോറിറ്റി ഏരിയ വിദ്യാഭ്യാസപരമായിട്ട് ഒരു തരത്തിലും മുന്നിലേക്ക് വരാത്ത ഒരു ഏരിയ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ നാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെയൊന്നും പെട്ടെന്ന് ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മൾ 2014 ശേഷം ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുമ്പോൾ പോലും അത് സുപ്രീം കോടതി പറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഔദ്യോഗികമായിട്ടും ആധികാരികമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആ ഒരു വേർഡ് നമ്മൾക്ക് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. From there, our team went to Ayyandol, another locality in the Thrissur district, to meet. ട്രാൻസിഷനിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ തിരിച്ചറിയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്. അതിപ്പം ട്രാൻസ്ജെൻഡേഴ്സ് പൊതുവിൽ പല പ്രായങ്ങളിൽ അവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ വ്യത്യസ്തനായ ഒരു കുട്ടിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ ഒപ്പമുള്ളവരെക്കാൾ എനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, ഞാൻ അവരുമായിട്ട് യോജിക്കുന്നില്ല ഒന്നിലും എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് ഒബ്വിയസ്ലി ഇപ്പം ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അപ്പം ചെറുപ്പത്തിൽ നമ്മളെപ്പോഴും പെൺകുട്ടികളുമായിട്ടായിരിക്കും, നമ്മുടെ ഈക്വലായിട്ടുള്ള ജെൻഡറിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കൂടുതൽ സമ്പർക്കം ചെലുത്താനും ഫ്രണ്ട്സ് ആവാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും എന്നെ കളിയാക്കാനും കുറേ കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, ലൈക്ക് എവറി അതർ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം അത് ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് അതൊക്കെ ഹൈഡ് ചെയ്ത്, നമ്മുടെ മാനറിസംസും ഒക്കെ ഹൈഡ് ചെയ്ത് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിച്ചിരുന്നു ടു സർവൈവ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു പരിധി വിട്ട് ഒന്നും മറയ്ക്കാനും അഭിനയിക്കാനും ഒന്നും പറ്റില്ല, ബീങ് എ ജെന്യുവൻ പേഴ്സൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതുക്കെ ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചു. അതായത് എനിക്ക് സർവൈവലിന് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ലൈഫ് ലോങ് ഇങ്ങനെ ഒരു മുഖം മൂടിയിട്ട് ജീവിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളായി തന്നെ സത്യസന്ധരായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആ രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് വന്നത്. ഞാനായി തന്നെ ജീവിക്കുക, ഞാൻ ആരാണെന്നുള്ളത് തുറന്നു പറയുക, എൻ്റെ ഒപ്പമുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ തിരഞ്ഞെടുത്ത മാർഗം. After that, we reached Kadavantara, a popular residential area in Ernakulam, to meet. ഒരു ട്രാൻസ് വിമൻ എന്ന വളരെ അഭിമാനത്തോടു കൂടിയുള്ള യാത്ര എൻ്റേത് ഈ ഒരു യാത്രയുടെ ഒരു വളരെ രസകരമായ ഒരു യാത്ര തന്നെയാണ്. കാരണം ഒരിക്കലും പോലും ഒരു പോസിറ്റീവ് അല്ലാത്തൊരു വാക്ക് എനിക്ക് പറയുന്നത് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. വേറെ ഒന്നുകൊണ്ടല്ല, ജീവിതം എപ്പോഴും എല്ലാവർക്കും നല്ല നല്ല രസകരമുള്ള എന്ന് പറഞ്ഞ കാഴ്ച എല്ലാം ഉണ്ടാവുക. എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അടിച്ചമർത്തപ്പെട്ട അവഗണിക്കപ്പെടുന്നൊരു സമൂഹത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരാൻ സാധിക്കുന്നതിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്. കാരണം ഈ ഒരു യാത്രയിൽ, അതായത് ഈ ഒരു യാത്ര ഒരു ഈസി ടാസ്ക്കായിട്ട് ഞാൻ ആരോടും ഞാൻ എപ്പോഴും പറയാറില്ല. വിദ്യാഭ്യാസം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കുവാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ അഡ്വക്കേറ്റ് പത്മാലക്ഷ്മിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഞാൻ എന്താണ് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തുന്നത് വളരെ
ഒരു ഈസി ടാസ്ക്കായിട്ടല്ല ഞാൻ പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ കാലഘട്ടമാണെങ്കിലും വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും വളരെ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. കുട്ടികളുടെ കളിയാക്കലുകൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പലപ്പോഴും പുസ്തകങ്ങൾ തുറന്നു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും വായിച്ചു തുടങ്ങി. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഏറ്റവും ഒന്ന് പുറകിൽ നിന്ന കുട്ടി പെട്ടെന്ന് ആദ്യത്തെ 1, 2 റാങ്കുകളിലേക്ക് എത്തുന്നു. പെട്ടെന്ന് റാങ്കുകൾ ഉയരുന്നു. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോട് കൂടി തന്നെ 10ാം ക്ലാസ്സിൽ 1ാം റാങ്കോട് കൂടി തന്നെയാണ് സ്കൂളിൽ നിന്ന് ഞാൻ പാസ്സാവുന്നത്. And lastly, to Thiruvankulam, a village bordering Ernakulam district, to meet എനിക്കിപ്പോൾ പശു ഫാമാണുള്ളത്, ഡയറി ഫാമാണുള്ളത്. ഞാൻ ഒരു പെൺശരീരത്തിൽ പിറന്ന ഒരു ആൺകുട്ടിയാണ്, ഒരു ട്രാൻസ്മെന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫാദർ, മദർ, പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്. അവരിപ്പോൾ കറൻ്റ്ലി സപ്പോർട്ടിംഗ് ആണ് എനിക്ക്. നേരത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ലൈഫിൽ. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും ഇപ്പോൾ പാരൻസ് ഒന്നും എനിക്ക് സപ്പോർട്ടിംഗ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വളർന്ന് ജീവിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് ഞാനൊരു ട്രാൻസ്മെന്നാണ് എന്ന് തിരിച്ചറിഞ്ഞതും. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ചിന്താഗതി, എല്ലാ ഗേൾസും പോലെ അല്ലായിരുന്നു എൻ്റെ ചിന്താഗതികൾ. എൻ്റെ ചിന്താഗതിയൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പെൺകുട്ടികളോട് ഉള്ള അട്രാക്ഷൻ അടക്കം എനിക്ക് ഇപ്പോൾ കളിക്കുന്ന സ്ഥലത്താണെങ്കിലും എല്ലായിടത്തും ഞാൻ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടാൻ, അങ്ങനെയുള്ള ഇതായിരുന്നു. അത് പിന്നെ വളർന്ന് വലുതായി എനിക്ക് ഇതിനെപ്പറ്റി LGBTIQ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അറിയില്ലായിരുന്നു. ഒരു +2 ഡിഗ്രി കാലഘട്ടം, +2 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞതും ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തതും. പിന്നെ ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ ഒരു വിത്ത് വിതരണം എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഞങ്ങളുടെ തന്നെ കടപ്പുറം പഞ്ചായത്തായിട്ടുള്ള പഞ്ചായത്തിലെ പിന്നെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ടുള്ള അവരെന്നെ വിളിക്കുന്നു. ആ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അവരെന്നോട് പറയുന്നത്, എൻ്റെ ഒരു സെഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടപ്പുറം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സെഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ടായി, ഈ ഒരു പഞ്ചായത്തിൽ നിന്നും എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഡ്രോപ്പ് ഔട്ടായിട്ട് പോയിട്ടുണ്ടോ അത്രയും ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ പഞ്ചായത്തിലേക്ക് നമ്മൾക്ക് തിരിച്ചെത്തിക്കണം. അവർക്ക് ഏത് രീതിയിലാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റേണ്ടത് ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് പഞ്ചായത്ത് നമ്മളോട് പറയുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്തിലെ പിന്നെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു സോഷ്യൽ കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ലൈഫ് മിഷൻ പദ്ധതിയിൽ പിന്നെ വീടും സ്ഥലവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അവരോട് പറയുന്നത്. അപ്പോൾ എന്നോട് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള മൻസൂർ അലി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, അതായത് സ്ഥലമുണ്ടെങ്കിൽ വീട് കിട്ടാനായിട്ട് പെട്ടെന്നിരിക്കും, പക്ഷേ വീടും സ്ഥലവും കൂടി ഒരുമിച്ച് കിട്ടണമെങ്കിൽ അതിന് വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരി വൈകുമെന്നൊക്കെയുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ ആ ഒരു പോയിൻ്റ്, അതായത് സ്ഥലമുണ്ടെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പെട്ടെന്ന് പറ്റും എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ പ്രയാണം തുടങ്ങിയത്. അതിനുവേണ്ടി ഈ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം 4 സെൻറ്റെങ്കിൽ 4 സെൻറ്റ് സ്ഥലം മേടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു 4.25 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ആയുർവേദിക് മെഡിസിൻ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം അതൊരു ഡ്രൈ മെഡിക്കൽ സയൻസ് അല്ല, എന്നാൽ അതിന് അത്യാവശ്യം ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ ആയുർവേദത്തെ പറ്റി അത്യാവശ്യം നന്നായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നത്. അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക്. MBBS തന്നെ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്തത് BAMS ആണ്, ആയുർവേദിക് മെഡിസിൻ ആണ്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് ഇതെല്ലാം എൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണ് ഞാൻ പോയത്. ഈവൻ ദോ എൻ്റെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയോ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിലും
ബാക്കിയുള്ള സന്തോഷങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പം ഈവൻ എൻ്റെ പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആയുർവേദിക് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ സ്ട്രേറ്റ് അവേ പ്രൊഫഷനിലേക്ക് വന്നില്ല. വീണ്ടും ഹയർ ഡിഗ്രിക്ക് പോയി, PG ചെയ്യാൻ പോയി. അപ്പോൾ PG കംപ്ലീറ്റ് ചെയ്ത് ഇതൊക്കെ സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സേഫ് സോണാണ്. നമുക്ക് കൂടുതൽ ടെൻഷൻസ് ഇല്ല, കൂടുതൽ ആൻസൈറ്റീസ് ഇല്ല. നമ്മൾ ജസ്റ്റ് പഠനം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം ശരിക്കും എൻ്റെ ഒരു വ്യക്തിത്വത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോടൽ തന്നെയായിരുന്നു സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഞാനിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ എന്താ പറയുക, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് എന്തെന്നൊരു ചിന്ത വന്നപ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് പ്രൊഫഷണലി സെറ്റിൽഡ് ആവാം എന്നൊരു ചിന്താഗതിയിലേക്കാണ് വന്നത്. അപ്പോൾ പലതരത്തിലുള്ള മേഖലകൾ ട്രൈ ചെയ്തു. അതായത് ഇപ്പോൾ അധ്യാപനം തന്നെ, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്കിഷ്ടമുള്ള അധ്യാപനത്തിലേക്കാണ് ആദ്യം ഞാൻ വന്നത്. അതായത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് കണ്ണൂരിലും തൃപ്പൂണിത്തുറയിലും ഒക്കെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം പല സ്ഥാപനങ്ങളിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്തു. അവസാനം എൻ്റെ നാട്ടിൽ തന്നെ തൃശ്ശൂർ സീതാറാമിൽ തന്നെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് ജോലി കിട്ടി. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ സെറ്റിൽഡായി. അപ്പോൾ അതിനുശേഷമാണ് ലൈഫ് വല്ലാണ്ട് സ്റ്റാഗ്നേറ്റഡ് ആയി തുടങ്ങി. കാരണം നമുക്ക് പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല. കാരണം അങ്ങനെ തിരിഞ്ഞു നോക്കാൻ തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങാൻ എനിക്ക് അവസരം കിട്ടുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനായി തന്നെ ജീവിക്കണം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നതും ഞാനൊരു ഡോക്ടറായി പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷമാണ്. ശേഷം ഞാൻ +1 +2 ബയോമാക്സ് ചെയ്തു. ആ സമയത്തൊന്നും യാതൊരു വിധത്തിലുള്ള കളിയാക്കലുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം +1 +2 ഞാൻ ബയോമാക്സ് എടുത്തതുകൊണ്ട് തന്നെ വേറൊരു കുട്ടികൾക്ക് കളിയാക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം എക്സാമുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേഷനുകൾ, ലാബ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സാമാണ് എല്ലാം. ഇപ്പോഴും ഫിസിക്സ് എക്സാമുകളുള്ളതുകൊണ്ട് വലിയ കളിയാക്കലോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സന്തോഷമായി തന്നെ മുന്നോട്ട് പോയി. +1 +2 ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടുള്ള ടൈമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ല പരിപാടിയാണ്, എന്നാൽ ഫിസിക്സ് എടുത്തേക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഫിസിക്സ് എടുക്കുന്നു. ഫിസിക്സ് ഉള്ള യാത്രയിൽ പലപ്പോഴും ഒരു ഗേ എന്ന നിലയിൽ പോലും പല കുട്ടികളും പല വാക്കുകൾ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഡിസ്കംഫർട്ട് എന്നൊരവസ്ഥ അത് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് ഒരിക്കലും ഡിഗ്രി കാലയളവ് പോലല്ല, ചെറുപ്പം മുതൽ തന്നെ അത് ഫീൽ ചെയ്ത് തുടങ്ങുന്നൊരവസ്ഥയാണ് ഡിസ്കംഫർട്ട്. എല്ലാവരും ഇപ്പോൾ വളരെ സ്വീഡോ സയൻസ് പറഞ്ഞു വരുന്ന ആളുകൾ പറയുന്നുണ്ട്, ജെൻഡർ ഡിസ്ഫോറിയ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. സോ ദിസ് ഈസ് എ ഡിസ്കംഫർട്ടാണ് എനിക്ക് അതായത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഡിസ്കംഫർട്ടാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് ആയി മാറുക എന്നുള്ളൊരു വളരെ സന്തോഷത്തോടു കൂടി വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ് എൻ്റേത്. നമ്മളൊരു ജോലി അത്രമാത്രം ഇഷ്ടപ്പെടുമ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ജോലിയും നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സമ്മാനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു സമ്മാനമാണ് എൻ്റെ നെയിം ബോർഡിൻ്റെ താഴെ കാണുന്ന കേരള, തമിഴ്നാട്. ഇവിടെ എറണാകുളത്താണെങ്കിൽ എറണാകുളം ഉണ്ട്, അതുപോലെ തന്നെ വഞ്ചി ഒരു ഓഫീസ്, ഇങ്ങനെയുള്ള ഓഫീസുകൾ ഉണ്ടാകുവാനും അതനുസരിച്ച് വിക്ടിമിന് വേണ്ടി എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ആ ജോലിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. വളരെ സന്തോഷപൂർവ്വം ഞാൻ മുന്നോട്ട് പോകുന്നു ജോലിയിലാണെങ്കിലും. ഞാൻ പഠിക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി BCom ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാത്ത ഓരോരോ കോഴ്സുകൾ, ഞാൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂരായിരുന്നു. ഞാൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ഫീമെയിൽ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് എനിക്കിപ്പോൾ മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മെയിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇപ്പോൾ പുറത്ത് പോയിട്ടാണെങ്കിലും എനിക്ക് പഠിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് മാറാൻ, നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും സർട്ടിഫിക്കറ്റ് എല്ലാം ചേഞ്ച് ആയിട്ട് വരാൻ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഫീമെയിൽ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. ഇനി എനിക്ക് മെയിലായിട്ട് നിന്നിട്ട് എനിക്ക് പഠിക്കണം, അതൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്, നമ്മുടെ സമൂഹം അതിനൊന്നും ഒട്ടും സപ്പോർട്ടീവ് അല്ല. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും സപ്പോർട്ടീവ് അല്ല മറ്റുള്ളവരുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ ഇപ്പോൾ രണ്ടാമതൊരു നീ അങ്ങനെ ഒരു രീതിയിൽ എന്നെ നോക്കണതും, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോയി പഠിക്കുന്ന ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഞാനൊരു ട്രാൻസ്മെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയാക്കുന്ന ഒരു രീതിയിൽ, എന്തുകൊണ്ട് അങ്ങനെ മാറി ചിന്തിച്ചു, എന്താ നിനക്ക് കണ്ണെഴുതിയാൽ പൊട്ട് കുത്തിയാൽ എന്താ ഗേൾസിൻ്റെ ഡ്രസ്സ് ഇടാത്തത് എന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ അതിൽ നിന്നെല്ലാം മാറിയപ്പോൾ എനിക്കൊരു മറ്റുള്ളവർ ഞാനിത് ഡയറി ഫാം, എനിക്കിപ്പോൾ കറൻ്റ് ഡയറി ഫാം ഉണ്ട്. ഞാനിപ്പോൾ ഇത് തുടങ്ങാൻ കാരണം തന്നെ ഇപ്പം ഞാൻ മറ്റൊരാളുടെ കീഴിൽ പോയി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം ഞാൻ പണ്ട് മുതലേ അനുഭവിച്ചു വന്നിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വെച്ച് ഒട്ടും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഞാനിപ്പോൾ സിംഗപ്പൂരിൽ പോയി പഠിച്ച് ഇപ്പോൾ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചെയ്ത് എനിക്ക് കുറച്ച് പൈസ ക്യാഷ് റെഡിയായി. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ ഡയറി ഫാം തുടങ്ങണം. എനിക്കിതിൽ നല്ല രീതിയിൽ ലാഭമുണ്ട്. എനിക്ക് സമാധാനമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കുറിച്ചൊന്നും നമ്മളുടെ ഇവിടുത്തെ മനുഷ്യരോടൊന്നും പറഞ്ഞ് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിലൊന്നും ഒതുങ്ങി നിൽക്കാതെ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങൾ, ദളിത്, ആദിവാസി, മറ്റു ഏതൊക്കെ തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യരുണ്ടോ അവരുടെയൊക്കെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിനെ എനിക്ക് ആദ്യമായിട്ട് തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ തന്നെയുള്ള വിബ്ജിയോർ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിൻ്റെ സംഘാടക സമിതി അംഗമായി വരുന്നു. അതുപോലെ തന്നെ ക്യൂർ പ്രൈഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ തന്നെ NAPM എന്ന് പറയുന്ന നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ദേശീയ പ്രൊസീഡിയം മെമ്പറായിട്ട് വരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹികപരമായിട്ട് തന്നെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയും ജീവിക്കാനുള്ള സമരം ചെയ്യുന്ന എല്ലാത്തരം മനുഷ്യരുടെയും കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അവരുമായിട്ട് സമരങ്ങളിൽ ഏർപ്പെടാൻ പറ്റി, അവർക്കൊപ്പം പിന്തുണ അർപ്പിക്കാൻ പറ്റി എന്നുള്ള അത്തരത്തിലുള്ള കുറേ മനുഷ്യരെ കണ്ടുമുട്ടുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ സാഹിത്യ അക്കാദമി പോലെയുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ കുറേ ബുദ്ധിജീവികളായിട്ടുള്ള മനുഷ്യർ, ഫെമിനിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെയൊക്കെ ഒത്തിരി മനുഷ്യരോട് ഇടപഴകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി ശക്തമായിട്ട് ഇങ്ങനെയാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് സംവദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള ധൈര്യങ്ങളൊക്കെ പല രീതിയിലും എനിക്ക് ഇത്തരം മനുഷ്യരിൽ നിന്ന്, ക്യൂർ മനുഷ്യരിൽ നിന്നും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കങ്ങനെ പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ബുദ്ധിമുട്ടുകൾ നേരിട്ടില്ല. ബിക്കോസ് ഞാൻ അത് ഒരു മിറാക്കുലസ് സംഭവമായിരുന്നില്ല. കാരണം ഞാൻ അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ട്രാൻസിഷൻ നടത്തിയത്. എന്തെല്ലാം ചാലഞ്ചസ് എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ട്രാൻസിഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരിക്കലും എടുത്തു ചാടിയൊരു ഡിസിഷൻ ആയിരുന്നില്ല എൻ്റെ ട്രാൻസിഷൻ. എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാം ഒരുവിധം ഞാൻ സെൻസിറ്റൈസ് ചെയ്തിരുന്നു. ഞാൻ ട്രാൻസിഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ സർജറികളിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ ഒപ്പമുള്ള സ്റ്റാഫുകളെ, എൻ്റെ വർക്ക് സ്പേസിനെ ഞാൻ പാകപ്പെടുത്തിയിരുന്നു. എല്ലാവരെയും ഞാൻ സെൻസിറ്റൈസ് ചെയ്തിരുന്നു, അവരറിയാതെ തന്നെ. അപ്പോൾ അതായത് അവരെ ഓരോരുത്തരെയും പേഴ്സണലി വിളിച്ച് സംസാരിച്ച് ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. എന്താണ് ട്രാൻസ്ജെൻഡർ എന്നും എന്താണ് അവരെ കടന്നു പോകുന്ന മാനസികാവസ്ഥകളെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അവസാനമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാനൊരു ട്രാൻസ് വുമണാണ്, ഞാൻ ഇനി എൻ്റെ സർജറികളിലേക്ക്, എൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് പോവുകയാണ്, ഞാനൊരു വുമൺ ആവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അവരോട് പിന്നീടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസിഷന് ശേഷം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു പ്രൊഫഷൻ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് കൊണ്ട് കൂടിയാണ് ഞാനിന്ന് സമാധാനപരമായിട്ട് എനിക്ക് ജീവിക്കാൻ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. അത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാരും നൽസാ ജഡ്ജ്മെൻറ്റും നവജോത് സിംഗ് ജോഹറും ആ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ മാറ്റങ്ങൾ വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഞാൻ കാണുന്നത് കോളേജ് വിദ്യാർത്ഥികളിലാണ്. കോളേജ് വിദ്യാർത്ഥികൾ എപ്പോഴും ഒരു പ്രതീക്ഷയായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോഴും കോളേജ് സ്റ്റുഡൻസ് വന്ന് ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ പോലും കൃത്യമായി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടികൾ അത്രമാത്രം ഈ സമൂഹത്തിൽ എല്ലാവരും തുല്യമാണ് എന്നൊരു സന്ദേശം മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും കോളേജ് വിദ്യാർത്ഥികളിൽ വളരെ വലിയ പ്രതീക്ഷയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഞാൻ വീട്ടിൽ പറയുന്ന സമയത്താണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ വീട്ടിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ സംസാരിച്ചത്. വീട്ടിൽ സംസാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വീട്ടുകാരുടെ അടുത്ത് നിന്നാണെങ്കിലും മദറൊക്കെ ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്ലാക്ക് മെയിലിങ് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് വീട്ടിൽ. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് ജെൻസിൻ്റെ ഷർട്ട്, ടീഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ആ ഒരു രീതിയിലായിരുന്നു ഡ്രസ്സ് ചെയ്തത്.
അപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ നീ എന്താ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് നടക്കാത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ പാരൻസ് ആണെങ്കിലും എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് കത്തിച്ച് കളയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെയും അതിനകത്ത് കൂടുതലും എൻ്റെ സിസ്റ്റർ എനിക്ക് കുഴപ്പമില്ല, സപ്പോർട്ടീവായിരുന്നു. എൻ്റെ സിസ്റ്റർ പറഞ്ഞാണ് പിന്നെ എൻ്റെ ഫാദർ മദർ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അവർ ഓക്കെ ആയിട്ടുള്ള ഒരു ഞാൻ ഓക്കെ ആയി എൻ്റെ സർജറി എല്ലാം ചെയ്ത് ഞാനിപ്പോൾ ഒരു എല്ലാം കൊണ്ടും ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഞാനൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറേ നാളുകളായിട്ട് സ്വന്തമായിട്ടൊരു ഭൂമി വേണമെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ആളുകൾ കൂടെ പല ആളുകളും നമ്മളുടെ കൂടെയുണ്ട്. പക്ഷേ നാളെ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ജീവിതത്തിൽ സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരും ഇറക്കി വിടാത്ത രീതിയിൽ ഇറങ്ങിപ്പോയെന്ന് മുഖത്ത് നോക്കി പറയുന്നൊരു സാഹചര്യം ലൈഫിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കയറിക്കിടക്കാൻ ഒരു ഇടം എന്നുള്ളത്. ആ ഒരു ഇടത്തിന് വേണ്ടി ഞാൻ വളരെയധികം പരിശ്രമിച്ചു. ഞാനിതൊന്ന് നേടി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ നിശ്ചയദാർഢ്യം പിന്നെ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഓരോ കമ്മ്യൂണിറ്റി ആളുകളും ഇത്തരത്തിലുള്ള സ്വന്തമായൊരു ഭൂമിയും കയറി കിടക്കാനുള്ള കിടപ്പാടവും ഉണ്ടാവുക എന്നുള്ളത് പല ആളുകളുടെയും അഭിലാഷമാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ആ ഒരു പ്രയത്നം ഉണ്ടാവണം. അത് വിജയകരമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് എനിക്ക് ഞാനായി ജീവിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ട്രാൻസിഷനിലേക്ക് വന്നത്. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് അവർക്ക് അവരായി ജീവിക്കാനാണ്. സമൂഹം അത് തിരിച്ചറിയുന്നില്ല. സമൂഹത്തിന് ഇത് ഇപ്പോഴും ഒരു കുട്ടിക്കളിയാണ്. അവർക്ക് എന്തോ ഭ്രാന്ത് തോന്നിയിട്ട് അവർ മാറി എന്നുള്ളൊരു ചിന്തയാണ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ നേർചിത്രങ്ങളിലേക്ക് വരുമ്പോൾ വേദനകൾ, അത് ഒരു മനുഷ്യായുസ്സിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള വേദനകൾ സഹിച്ചിട്ടാണ് പലരും സർജറീസ്, അതും കോംപ്ലിക്കേഷൻസും മരണഭയവും ഒക്കെ അതിജീവിച്ചിട്ട് തന്നെയാണ് ഈ സർജറികളിലൂടെയൊക്കെ കടന്നു പോകുന്നത് പലരും. അപ്പം അതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. എല്ലാവരും കാണുന്നത് അവർ സർജറിക്ക് ശേഷവും മുൻപുമുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഇതൊരു വേഷപ്രച്ഛന്നതയോടുകൂടി ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതാണ്, ഇതെന്തോ ഒരു മാനസിക രോഗമാണ് എന്നൊക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ കാര്യം അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വൈവിധ്യമാണ്, പ്രകൃതിയുടെ വൈവിധ്യമാണ്. ഇതൊരു രോഗമല്ല. ഓരോ വ്യക്തിയും ഡിഫറെൻ്റാണ്. അപ്പം ആ ഡിഫറൻസ്, ആ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ലൈഫിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ആസ്വദിക്കുന്നു സത്യം പറഞ്ഞാൽ. ഒബ്വിയസ്ലി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇതും ഒരു ജീവിതമാണ്. ഈ ജീവിതവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പം എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ലിവ് ആൻഡ് ലെറ്റ് ലീവ്. ജീവിക്കാൻ അനുവദിക്കുക. ജീവിതം ഒരിക്കലും ഒരു ഈസി ടാസ്ക് ആയിട്ട് ഞാൻ ആരോടത്തും വളരെ ഈസിയാണ്, എളുപ്പമാണ് എന്നൊരിക്കലും ഞാൻ ആരോടും പറയുന്നില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ A+B² വളരെ നമ്മൾ കാണാതെ പഠിക്കുകയും എഴുതി പഠിക്കുകയും പൊസിഷൻ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മളോടൊരു വ്യക്തി വന്ന് ചോദിക്കുക, നമ്മുടെ അനിയത്തിക്കുട്ടി അനിയൻ ചെക്കനെ വന്ന് ചോദിക്കുകയാണ് A+B² എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെയാണ് ജീവിതവും. ഇപ്പോൾ നമുക്ക് തോന്നുന്ന പ്രയാസമേറിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട തെളിവാണത്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനമായും ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം നേടിയെടുക്കുക, ഒരു പ്രൊഫഷൻ സ്വന്തമാക്കുക, ജോലി ചെയ്ത് ജീവിക്കാൻ ശക്തമായി മുന്നോട്ട് തന്നെ പോവുക. ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല. ജോബ് ഒരാളുടെ റൈറ്റാണ്, അതാരുടെയും ഔദാര്യമല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. ജോബ് ഈസ് റൈറ്റ്, നോട്ട് എ ഫേവർ. കമ്മ്യൂണിറ്റി ആണെങ്കിലും നോൺ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും നമ്മളെല്ലാവരും ഈക്വലാണ്. ഇപ്പം നമ്മൾ നോർമൽ എന്ന് പറയുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നോർമലായിട്ടുള്ള മനുഷ്യന്മാരെല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തിനെങ്കിലും വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാം ഓക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരില്ല. അവരെ പോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നതും ബ്ലഡാണ്. ഞങ്ങളും മനുഷ്യന്മാരാണ്, ഞങ്ങൾക്കും ജീവിക്കണം. എല്ലാവരും നമ്മളെ കാണുമ്പോഴത്തേക്കും ആട്ടിപ്പായിച്ച് കളയുന്ന ഒരു പഴയ കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അടുത്തായിട്ടുള്ള നമ്മളൊന്ന് അംഗീകരിച്ച് വരുന്ന ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു 40+ മേളിലേക്കുള്ള ആളുകൾക്കൊന്നും നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു വെറുപ്പോടു കൂടിയാണ് നമ്മൾ നോക്കി കാണുന്നത്.
പക്ഷേ നമ്മളതല്ല, ഞങ്ങളും എല്ലാവരെ പോലെയുള്ള ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഞങ്ങൾക്കും ഓരോന്നും നമ്മൾ പഠിച്ച ആൾക്കാരാണ്. നമ്മൾ എന്താ പറയണത്, ഈ സെക്സ് വർക്കിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് ജീവിക്കണം, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. Confining gender as men and women is an old story. Human beings, regardless of who they are and how they see and define themselves, are unique in their own way. Transgender people, just like others, deserve to be heard, seen, and included. They too are human beings, just like you and me.